ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു കേക്ക് എന്ന് പറയുന്നത് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് പഞ്ചസാരയോ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാവില്ലേ, മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ മോയ്സ്ചറൈസിങ് കേക്കാണ് ഇന്ന് അവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഞാനിത് എഗ്ഗ്ലെസ് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ആ 2 അച്ച് ശർക്കര എന്ന് പറയുന്നത് 125 ഗ്രാം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ചെറിയൊരു പീസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 125 ഗ്രാമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം, ഇത് പാകത്തൊരു മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അരിച്ചെടുത്ത ശേഷം നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് ആദ്യം ചെയ്ത ശേഷം വേണം ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ബേക്കിംഗ് മോൾഡ് ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ മുന്നേ ഒരു ചോക്ലേറ്റ് കേക്ക് കുക്കറിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ലിങ്ക്. പിന്നെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണല്ലോ, അപ്പോൾ 1 കപ്പ് വടിച്ചിട്ട് തന്നെ എടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വടിച്ചിട്ട് തന്നെ എടുക്കാം. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി മാറ്റി വെക്കുന്നുണ്ട്. അതും വടിച്ചിട്ട് തന്നെ മാറ്റി വെക്കുക. അത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, നല്ല എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കേക്ക് നമ്മുടെ മൈദ 1 കപ്പ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന അത്ര ക്വാണ്ടിറ്റി വരില്ല കേട്ടോ, അത്ര ഹൈറ്റിൽ കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി അത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് പൊങ്ങി വരില്ല. പൊങ്ങി വരും, പക്ഷേ ഇത് മൈദയുടെ അത്ര അളവ് വരണമെന്നുണ്ടെങ്കിൽ 2 കപ്പെങ്കിലും ഗോതമ്പ് പൊടി എടുക്കേണ്ടി വരും കേട്ടോ. അത്ര ഹൈറ്റിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് വെച്ചിട്ട് ഗോതമ്പ് പൊടി 1 കപ്പ് എടുക്കുന്നതിന് പകരമായിട്ട് മൈദപ്പൊടി 1 കപ്പ് എടുക്കുന്നതിന് പകരമായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കേണ്ടി വരും. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മുട്ട ചേർക്കുന്ന കേക്കിലൊന്നും ബേക്കിംഗ് സോഡ ചേർക്കാറില്ലായിരുന്നു. പക്ഷേ മുട്ട ചേർക്കാത്ത കേക്കിൽ ബേക്കിംഗ് സോഡ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് ബേക്കിംഗ് പൗഡർ എടുത്തത് അതിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് എടുത്തത്. അപ്പോൾ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ കേട്ടോ. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ 2-3 തവണ ഇതുപോലെ വേറെ ബൗളിലേക്കും ഒക്കെ ആയിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ മിക്സിങ് നല്ല മസ്റ്റാണ്. മിക്സിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ബേക്കായി കിട്ടില്ല കേട്ടോ. ചില ഭാഗം പൊങ്ങിയിട്ടും ചില ഭാഗം താഴ്ന്നിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ കേക്ക്. അപ്പോൾ ഇത് മിക്സിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതൊക്കെ സംഭവിക്കും. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ പഴയതാവാതിരിക്കാനും ശ്രദ്ധിക്കുക. അതൊക്കെ നല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ളതിനെ യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതായി ചെയ്യേണ്ട പ്രോസസ്സ് കുക്കറൊന്ന് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. കൂടിപ്പോയാൽ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. വളരെ കുറച്ച് മാത്രം അതിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്തെടുക്കാവും നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു സമയത്താണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഇതൊന്നും ചെയ്യരുത് കേട്ടോ. ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുക. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെക്കുന്നത് ഒരു സേഫ്റ്റിക്ക് നല്ലതാണ്. എന്നിട്ടൊരു ബൗളിലെടുത്തിട്ട് നമ്മുടെ ആ ഒരു ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, മുഴുവനായിട്ട് ചൂടാറിയിട്ടൊന്നുമില്ല. ചൂടാറിയെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, നല്ല ചൂടുണ്ടാവരുത്, ചെറിയ ചൂടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വിസ്കിൻ്റെയോ അല്ലെങ്കിൽ മിക്സിയുടെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ പതിപോലെ ചെയ്യുന്ന പോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക.
എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ ചിലപ്പോൾ നല്ല ടൈറ്റായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാതും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ 1-2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തപ്പോൾ 2 ടേബിൾ സ്പൂണ് പാല് റൂം ടെമ്പറേച്ചറിലുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് അല്ല എന്ന് തോന്നിയപ്പോഴാണ് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പാലിന് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പാലിന് പകരം നിങ്ങൾക്ക് നോർമൽ വെള്ളം യൂസ് ചെയ്താലും മതി. പാല് നിർബന്ധമുള്ള കാര്യമല്ല. വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്തപ്പോൾ ഒന്നുകൂടെ ടൈറ്റാന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത്. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂണ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ മെഷറിങ് കപ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലാസ് വെച്ചിട്ടാണ് ഈ കപ്പിന് പകരം നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിനനുസരിച്ചിട്ട് ഗോതമ്പ് മാവ് എടുത്താലും മതി. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എയർ ബബിൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നട്ട്സ് ആണെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടെ ഇതിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് രണ്ടും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കുക്കറിൻ്റെ മൂടിയുടെ ആ ഒരു വെയിറ്റ് ഒഴിവാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പഴയൊരു പാന് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനാണ്. അതിൻ്റെ മേലെ നമ്മൾ ഈ കുക്കർ നേരെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീഡിയം ടു ലോയുടെയും ഹൈയുടെയും ഇടയിലായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 25 മുതൽ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ബേക്കായി വരും. അപ്പോൾ നമുക്ക് ബേക്കായി വരുമ്പോൾ ഈ കുക്കറിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നിന്ന് നന്നായിട്ട് ആവി പുറത്തേക്ക് വരും. ആ ഒരു ഹോളിൽ കൂടെ നല്ല നിൽക്കാതെ ആവി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇടയിൽ പോയിട്ട് തുറന്ന് നോക്കരുത് കേട്ടോ. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ തന്നെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു കുഞ്ഞു കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക. പിന്നെ നമ്മൾ കോൺഫ്ലവറും കൂടെ ചേർത്തല്ല, അപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്ന ഈ കേക്ക് ഇരിക്കുന്നതെന്ന്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കത്തിങ്ങ വെച്ച് കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോഫ്റ്റ്നെസ് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കാത്തവരും മുട്ട ഉപയോഗിക്കാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്